കൂട്ടുകാരെ നമസ്കാരം. തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് AUP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 17ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ ക്രിസ്തുമസ് കാലം എത്തിയിരിക്കുന്നു. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് അവതരിപ്പിക്കുവാനായി സരയുവിനെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ നമസ്തേ, ഞാൻ സരയു. തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് AUP സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 17ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാന്യ ശ്രോതാക്കളെയെല്ലാം. പിന്നെ ഇത് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ആദരണീയനായ മോൺസിഞ്ഞോർ ക്ലാരൻസ് അച്ഛനാണ്. കണ്ണൂർ രൂപത എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സാരഥി ക്ലാരൻസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്. നമസ്കാരം ബഹുമാന്യരെ. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൂതുമായി ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആഗതമായി. ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം ഭൂമിയിൽ പതിച്ചുവോ എന്ന് തോന്നിക്കും ക്രിസ്മസ് കാലം അല്ലേ? ജീവിതത്തിൽ ഒത്തിരി മനോവ്യതകളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും പ്രതീക്ഷയുടെ നക്ഷത്രം എന്നും മിന്നിത്തിളങ്ങണം. ഈശ്വരൻ ശക്തിയായി ശാന്തിയായി നമ്മോട് കൂടെയുണ്ടെന്ന് ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സമ്മാനങ്ങളുമായി വരുന്ന ക്രിസ്മസ് പപ്പയെ കാണുമ്പോൾ എന്ത് സന്തോഷമാണല്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സമയവും കഴിവുകളും നമ്മെ തന്നെയും മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകാം. ഇന്ന് നമുക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകുന്നത് കണ്ണൂർ രൂപത എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കോർപ്പറേറ്റ് മാനേജർ ബഹുമാന്യനായ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് അച്ഛനാണ്. രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളെല്ലാം മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന ആദരണീയനായ ക്ലാരൻസ് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ. പ്പെട്ട കുട്ടികളെ, ലോകമെമ്പാടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന യേശുദേവൻ്റെ തിരുപ്പിറവിയായ ക്രിസ്മസ് ആചരിക്കുകയാണ്. ക്രിസ്മസിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്: ലോകം എങ്ങുമുള്ള എല്ലാ ജനതകൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നുവെന്നാണ് തിരുപ്പിറവിയെക്കുറിച്ച് പറയുന്ന വചനഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ക്രിസ്മസ് ലോകമെങ്ങുമുള്ള എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാണ് പ്രദാനം ചെയ്തത്. സന്തോഷവും സമാധാനവുമാണ് ക്രിസ്മസ് ശരിക്കും വിഭാവനം ചെയ്യുന്നത്. കുട്ടികളായ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. നിങ്ങൾ പരസ്പരം സന്തോഷവും സമാധാനവും നൽകുന്നവരാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ എല്ലാവർക്കുമുള്ള സന്തോഷവും സമാധാനവുമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളും എല്ലാവർക്കും ഈ സന്തോഷവും സമാധാനവും പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ക്രിസ്മസ് ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഫാദർ ക്ലാരൻസ് പാലിയത്ത്, കോർപ്പറേറ്റ് മാനേജർ. സന്തോഷവും സമാധാനവും പരസ്പരം കൈമാറുമ്പോഴാണ് ക്രിസ്തുമസ് യാഥാർത്ഥ്യമാവുന്നത്. ആദരണീയനായ ക്ലാരൻസ് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് സ്നേഹത്തോടെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മൾ കൂടുതൽ കേട്ടതും പ്രാർത്ഥിച്ചതും ആശ്വാസം ചൊരിഞ്ഞതുമായ ഒരു ഗാനമുണ്ട്.
ലോകം മുഴുവൻ സുഖം പകരാനായി. പൂർവ്വ വിദ്യാർത്ഥിനി ദർശന ചേച്ചി ആലപിക്കുന്നു ആ ഭക്തിഗാനം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് അനികശ്രീ. അറബി ഭാഷ ലോക നാഗരികതയ്ക്ക് നൽകിയ സംഭാവനകളെ ലോകസമക്ഷം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആചരിക്കുന്ന അറബി ഭാഷാ ദിനം ഡിസംബർ 18 സ്കൂളിൽ ഓൺലൈനായി ആചരിച്ചു. അറബി അധ്യാപകൻ ഷഹീദ് മാസ്റ്റർ ദിനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വിശദമാക്കി. കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. ലോക പ്രശസ്ത ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം സ്കൂളിൽ വിവിധ പരിപാടികളോടെ നടത്തുന്നു. ഗണിതശാസ്ത്ര ഗ്രന്ഥരചയിതാവ്, പ്രഗത്ഭനായ ഗണിതാധ്യാപകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥി പേക്കടം ഭാസ്കരൻ മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ജിയോമെട്രിക് ചാർട്ട് നിർമ്മാണം, ഗണിത സ്റ്റിൽ മോഡൽ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ കുട്ടികൾക്കായി നടത്തും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനമായ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കരോൾ ഗാനം, നൃത്തം, തിരുപ്പിറവി സംഗീത ശില്പം തുടങ്ങിയ പരിപാടികൾ അധ്യാപകർ കുട്ടികൾക്കായി അവതരിപ്പിക്കും. മുഴുവൻ കുട്ടികളും വീടുകളിൽ നിന്ന് നിർമ്മിക്കുന്ന നക്ഷത്രങ്ങളുടെ പ്രദർശന വീഡിയോ ക്ലാസ് തലത്തിൽ തയ്യാറാക്കും. നക്ഷത്ര നിർമ്മാണ ക്ലാസ് ഇതിനു മുന്നോടിയായി പ്രവൃത്തി പരിചയ അധ്യാപിക ഉഷ ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ പച്ചക്കറിത്തോട്ടത്തിൽ വിളവെടുപ്പ് തുടങ്ങി.
തക്കാളി, വഴുതന, പച്ചമുളക് എന്നിവയാണ് ഇക്കുറി കൃഷി ചെയ്തത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. ക്രിസ്തുമസ് ഒരു ആഘോഷം മാത്രമാണോ? വലിയൊരു സന്ദേശം അതിൻ്റെ പിന്നിലില്ലേ? 7ാം തരത്തിലെ കൂട്ടുകാരി നീരജ് പറയുന്നത് കേൾക്കൂ. നമസ്കാരം, ഞാൻ നീരജ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ക്രിസ്തുമസിനെ കുറിച്ചാണ്. ക്രിസ്തുമസ് വെറുമൊരു ആഘോഷമല്ല, അതൊരു അനുഭൂതിയാണ്. എഡ്ന ഫെർബറുടെ വാക്കുകളാണിവ. 2020 ജനുവരിയിൽ ആരംഭിച്ച കൊറോണ വൈറസ് അരക്ഷിതാവസ്ഥ പല മാനസിക അവസ്ഥകളിലൂടെ നമ്മളെ നയിച്ച് ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്തുമസ് വരവായിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം. ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവും മാനവികതയുമാണ്. അടിസ്ഥാനപരമായി ക്രിസ്തുമസ് ഒരു ക്രിസ്ത്യൻ ആഘോഷമാണെങ്കിൽ പോലും ലോകമെമ്പാടും ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ 2 ബില്യണോളം ജനങ്ങൾ ഈ വിശേഷ ദിവസം ഓരോ രാജ്യത്തിൻ്റെയും വൈവിധ്യങ്ങൾക്കനുസൃതമായി കൊണ്ടാടുന്നുണ്ട്. ഏകദേശം 31.9 ദശലക്ഷം മാത്രം ക്രിസ്ത്യൻ ജനസംഖ്യയാണ് ഭാരതത്തിന്റെ ഭാഗം എങ്കിൽ പോലും നാനാത്വത്തിൽ ഏകത്വം ആഘോഷിക്കുന്ന നമുക്ക് ക്രിസ്തുമസും തീർച്ചയായും ഒരു ആഘോഷം തന്നെയാണ്. എത്ര വലിയ ലക്ഷ്യങ്ങളോടെ നമ്മൾ ജീവിച്ചാലും എല്ലാ മനുഷ്യനും പരമപ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നും സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ്. എങ്ങനെ ഈ സമാധാനം എന്നും കാത്തു സൂക്ഷിക്കാം എന്നതിനുള്ള ഒരു വഴി ക്രിസ്തുമസ് പറഞ്ഞു തരുന്നുണ്ട്. ഉണ്ണിയേശോയുടെ ജനനത്തിന് ശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Glory to God in the highest and on earth peace to people at God will. സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്കെന്നും നല്ല മനസ്സ് ഉള്ളവരായിരിക്കാം. സമാധാനം കൂടെ വന്നുകൊള്ളും. നന്ദി, നമസ്കാരം. മെരി ക്രിസ്മസ് ആൻഡ് ബോബ് ഹോപ്പ് പറഞ്ഞതുപോലെ ഡിസംബർ 25 മാത്രമല്ല, ഓരോ ദിവസവും നമുക്കൊരു ക്രിസ്തുമസ് ആക്കി മാറ്റാം. ക്രിസ്തുമസ് അല്ലേ, ഒരു കരോൾ ഗാനം കേൾക്കാം. 4ാം തരത്തിലെ ഇരട്ടക്കുട്ടികൾ ഹരിദേവും ഹരിദർശും പാടുന്നു. Jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Oh, jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Oh, the field we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Oh, jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Oh, the field we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is
ഒന്നാം തരത്തിലെ കൊച്ചനുജത്തി നീലാഞ്ജന കഥ പറയുന്നുണ്ട് കൂട്ടുകാരെ, അതൊന്ന് കേൾക്കണ്ടേ? ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന കൊച്ചു കൂട്ടുകാരൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൻ്റെ പേര് പാട്രിക്. 4-5 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ്റെ സിസ്റ്റാനിൽ നിന്നാണ് അവൻ യേശുവിൻ്റെ കഥയൊക്കെ കേട്ടത്. അങ്ങനെ ക്രിസ്മസ് വന്നു. സിസ്റ്റാനി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകൾ ചൊല്ലി അവൻ കാത്തിരുന്നു. എന്തിരുന്നു? കൈകളിട്ടടിക്കുന്ന ജീവുള്ള അവനെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഉണ്ണിയേശുവിനെ കാണാനാണ്. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി പപ്പയും കൂട്ടി പള്ളിയിലേക്ക് ചെന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിലച്ഛൻ ഉണ്ണിയേശുവിന്റെ പ്രതിമേനെടുത്ത് അലങ്കരിച്ച പുലിക്കൂട്ടിലേക്ക് വെച്ചു. അയ്യോ, ഞാൻ വിചാരിച്ച കൈകാലിട്ടടിക്കുന്ന എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ജീവനുള്ള ഒരു ഉണ്ണിയേശുവിനല്ലേ, ഇതെന്താണ്? ഉണ്ണിയേശുവിന്റെ പ്രതിമയാണല്ലോ. സങ്കടത്തോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. അവൻ ഉറങ്ങുമ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. കൈയും കാലിട്ട് അടിക്കുന്ന അവനെ നോക്കി പുഞ്ചിരിക്കുന്ന ഉണ്ണിയേശുവിനെ അവൻ കണ്ടു. അവൻ വാരിയെടുത്തു. എന്നിട്ട് അവന്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി അവന്റെ കട്ടിൽ കിടത്തി. ഉണ്ണിയേശു അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ ഉണ്ണിയേശുവിന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. പെട്ടെന്ന് അവൻ ഞെട്ടി. അപ്പോൾ അവന് മനസ്സിലായി, ഞാൻ സ്വപ്നം കണ്ടതാണ്. അവൻ എണീറ്റപ്പോൾ മേശപ്പുറത്ത് ഒരു സമ്മാനം കിടക്കുന്നു. അവൻ തുറന്നു നോക്കി, ബൈബിൾ. അവൻ ബൈബിളിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അവന് അനുഭവമുണ്ടായത് ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച മാതിരിയാണ്. അവന് ബൈബിൾ വായിക്കാനൊന്നും അറിയില്ല. അവൻ മമ്മിയുടെയും സിസ്റ്ററാൻ്റെയും സഹായത്തോടെ അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. വചനങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. വചനങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ തുടങ്ങി. നമുക്കും പാട്രിക്കിനെ പോലെ വചനങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. വചനങ്ങൾ ഈശോയാകുന്നു. വചനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഈശോയും നമ്മുടെ ഉള്ളിൽ നിറയും. നന്ദി. ഇനി ഒരു ചലച്ചിത്രഗാനം കൂടി ആസ്വദിക്കാം. 4-ാം തരത്തിലെ കേശവ് ഹരീഷിന്റെ അച്ഛൻ ഹരീഷ് കോടിയത്താണ് ഗായകൻ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ.
തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിരേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാരാജകുമാരിയോട് അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. പരിശ്രമിച്ചാൽ വിജയം ഉറപ്പ് അല്ലേ? ഒരു കഥ കേട്ടാലോ? 4ാം തരത്തിലെ കൂട്ടുകാരി മാനസയാണ് കാതിക. ഹലോ കൂട്ടുകാരി, ഞാൻ മാനസ. ഞാനിപ്പോൾ ഒരു കൊച്ചു കഥയാണ് പറയുന്നത്. കഥയുടെ പേര് സഹായിക്കാത്ത കൂട്ടുകാർ. ഒരു കാട്ടിൽ ബണ്ണി എന്ന പേരുള്ള ഒരു മുയലുണ്ടായിരുന്നു. അവന് ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. തനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് മുയലിന് അഹങ്കാരവുമുണ്ട്. ഒരു ദിവസം ബണ്ണിമുയൽ കാട്ടുനായ്കൾ വല്ലാതെ കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. ഇത് കേട്ട് മുയൽ വല്ലാതെ പേടിച്ചു. ആരോടെങ്കിലും സഹായം ചോദിച്ചാലോ എന്ന് മുയൽ വിചാരിച്ചു. അവൻ വേഗം ഓടി തന്റെ കൂട്ടുകാരനായ മാനിന്റെ അടുത്ത് ചെന്നു ഇങ്ങനെ പറഞ്ഞു: കൂട്ടുകാരാ, ചില കാട്ടുനായ്ക്കൾ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്. നിന്റെ ഈ കൂത്ത കൊമ്പ് കൊണ്ട് അവരെ ഒന്ന് ഓടിക്കാമോ? ഇത് കേട്ടതും മാൻ ഇപ്രകാരം പറഞ്ഞു: നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, എന്നെ കൊണ്ട് കഴിയും. പക്ഷേ എനിക്കിപ്പോൾ ചില ജോലികളുണ്ട്. നീ വേണമെങ്കിൽ പോയി കരടിയോട് സഹായം ചോദിക്ക്. ഉടൻ തന്നെ ബണ്ണിമുയൽ കരടിയുടെ അടുത്തേക്ക് പോയി. ഒരു നിമിഷം കൂട്ടുകാരാ, നീ വലിയ ബലശാലിയല്ലേ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. ചില കാട്ടുനായ്കൾ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്. അവറ്റകളെ നീ ഇവിടെ നിന്ന് ഓടിക്ക്. ഇപ്രകാരം കരടിയോട് ബണ്ണിമുയൽ പറഞ്ഞു. ഇത് കേട്ട കരടി പറഞ്ഞു: ദയവായി നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, കൂടാതെ നല്ല ക്ഷീണവുമുണ്ട്. ഞാൻ പോയി വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ പോയി നമ്മുടെ കുരങ്ങച്ചനോട് സഹായം ചോദിക്ക്. പാവം ബണ്ണിമുയൽ കുരങ്ങച്ചനോട് സഹായം ചോദിച്ചു. പിന്നെ ആനയുടെ അടുത്ത്, അത് കഴിഞ്ഞ് ആടിൻ്റെ അടുത്ത്, ഇങ്ങനെ എല്ലാവരോടും സഹായം ചോദിച്ചു. എന്നാൽ ആരും തന്നെ അവനെ സഹായിച്ചില്ല. പാവം ബണ്ണിമുയൽ
അവന് വല്ലാതെ സങ്കടം തോന്നി. വേറെന്തെങ്കിലും ഒരു വഴി ചിന്തിച്ചാലേ മതിയാവും എന്നവന് നന്നായിട്ട് മനസ്സിലായി. നമ്മുടെ വണ്ണിമുയൽ കുറ്റിച്ചെടികൾക്ക് പതുങ്ങിയിരുന്നു. അതുകൊണ്ട് കാട്ടുനായ്കൾക്ക് ബണ്ണിയെ കണ്ടെത്താനായില്ല. കാട്ടുനായ്ക്കൾ വേറെ മൃഗങ്ങളെ തേടി പോവുകയും ചെയ്തു. നമ്മുടെ വണ്ണിമുയലിന് ഒരു കാര്യം മനസ്സിലായി. എന്റെ ശ്രമം കൊണ്ട് മാത്രമേ തനിക്ക് രക്ഷപ്പെടാനാവൂ. മറ്റുള്ളവരാരും തന്നെ രക്ഷിക്കാൻ വരില്ല. കൂട്ടുകാരി, ഈ കഥയുടെ ഗുണപാഠം എന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാളും തന്റെ ശ്രമം കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. ഒരു കരോദ്ഗാനം കൂടിയാകട്ടെ. 6ാം തലത്തിൽ ഈ വർഷം പുതുതായി ചേർന്ന നമ്മളെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൻ ഡോൺ ജോസഫാണ് പാടുന്നത്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പാതിരാവിൽ മഞ്ഞേറ്റീരനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൽ മഞ്ഞേറ്റീരനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ക്രിസ്തുമസിന് മുന്നോടിയായി പുൽക്കോടൊരുക്കുക അത് നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പുൽക്കോട് വിശേഷങ്ങളുമായി ദേവനന്ദ. പ്രിയമുള്ളവരെ, മഞ്ഞു പൊടിയുന്ന ക്രിസ്തുമസ് രാവുകൾ എത്തി. ക്രിസ്തുമസ് ആഘോഷങ്ങൾ നാടെങ്ങും തുടങ്ങി. പുൽക്കൂടും നക്ഷത്ര വിളക്കുകളും ക്രിസ്തുമസ് ട്രീയുമെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് പുൽക്കൂട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് 1223 ആദ്യത്തെ പുൽക്കൂടൊരുക്കിയതെന്ന് കരുതപ്പെടുന്നു. ഒരു ക്രിസ്തുമസ് രാത്രിയിലാണ് ആദ്യമായി അദ്ദേഹം പുൽക്കൂടുണ്ടാക്കിയത്. ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ കാലിത്തൊഴുത്ത് കെട്ടിയുണ്ടാക്കുകയായിരുന്നു. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിനെ അനുസ്മരിക്കുന്നതിനായി ഉണ്ടാക്കിയ
കാലിത്തൊഴുത്തിനെ പുനരാവിഷ്കരിച്ചത് ജീവനുള്ള മനുഷ്യനും മൃഗങ്ങളും ചേർന്നായിരുന്നു. പുൽക്കൂടിലെ വിനയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അദ്ദേഹം ഒരുക്കിയ പുൽക്കൂട് ലോകവ്യാപകമായി. ആദ്യകാലങ്ങളിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് എല്ലാവരും രൂപങ്ങൾ അണിനിരത്തി പുൽക്കൂടൊരുക്കി. ഉണ്ണിയേശു, അമ്മയായ പരിശുദ്ധ മറിയം, ജോസഫ്, ജ്ഞാനികൾ, ആട്ടിടയന്മാർ എന്നിവരുടെ രൂപങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മൺരൂപങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ഗ്ലാസിലും തീർത്ത ക്രിസ്തുമസ് രൂപങ്ങൾ ലഭ്യമാണ്. ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ പ്രകടമായ രൂപങ്ങളിലൊന്നാണ് പുൽക്കൂട്. പുൽക്കൂട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണ്. ക്രിസ്തുമസ് നാളുകളിൽ തെളിയുന്ന നക്ഷത്ര വിളക്കുകൾ ഇന്ന് ജാതിമതഭേദമന്യേ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ക്രിസ്തുമസ് അലങ്കാരങ്ങളിലൊന്നാണ്. യേശുവിൻ്റെ ജനനമറിഞ്ഞ് ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയായ വെള്ളി നക്ഷത്രത്തെയാണ് നക്ഷത്രവിളക്കുകൾ അനുസ്മരിപ്പിക്കുന്നത്. ജാഗ്രതയുടെ, സാമൂഹ്യ അകലം പാലിക്കേണ്ട ഈ നാളുകളിൽ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ഒരു നല്ല ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ലോകപ്രശസ്തനായ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം. കരിഷ്മയുടെ പ്രസംഗം ശ്രവിക്കൂ. ബഹുമാന്യരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22-നാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നത്. ഇന്ത്യ പൗരാണിക കാലം തൊട്ടേ ഗണിതശാസ്ത്ര മേഖലയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി വന്ന രാജ്യമാണ്. വിശ്വപ്രതിഭകളായ അനേകം ഗണിതശാസ്ത്രജ്ഞർ ഈ മണ്ണിൽ ജീവിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22-നാണ് ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. എല്ലാ ശാസ്ത്രങ്ങളുടെയും റാണിയാണ് ഗണിതശാസ്ത്രം. ശാസ്ത്രത്തിലെ ഭൂരിഭാഗ പ്രശ്നങ്ങളും ഗണിതശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നിഗമനം. ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് 2012-ലാണ്. ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ 125-ാം ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഗണിത വാർഷികം ആചരിച്ചത്. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ 1877 ഡിസംബർ 22-ന് തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ജനിച്ചത്. സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, ഗണിത വിശകലനം എന്നിവയിൽ രാമാനുജൻ വിലപ്പെട്ട സംഭാവനകൾ നൽകി. ഉന്നത ഗണിത വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും സ്വയം പ്രയത്നത്താൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ ഉന്നത പദവി അലങ്കരിച്ചു. 1729 എന്ന സംഖ്യ രാമാനുജൻ ഹാർഡി സംഖ്യയായി അറിയപ്പെടുന്നു. രോഗബാധിതനായി ലണ്ടനിലെ ആശുപത്രിയിൽ കിടക്കുന്ന നേരം രാമാനുജനെ കാണാൻ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡി ഒരു ടാക്സിയിൽ പോയി. 1729 ആയിരുന്നു ടാക്സിയുടെ നമ്പർ. കാറിന്റെ നമ്പർ അവരുടെ സംസാരത്തിൽ വന്നപ്പോൾ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ എന്ന് ഹാർഡിയോട് രാമാനുജൻ ചോദിച്ചു. അതൊരു സാധാരണ നമ്പർ ആണെന്നായിരുന്നു ഹാർഡിയുടെ ഉത്തരം. എന്നാൽ ഈ കാര്യം രാമാനുജൻ നിഷേധിച്ചു. 2 പോസിറ്റീവ് ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്നായിരുന്നു രാമാനുജന്റെ മറുപടി. പഠിച്ച കാര്യങ്ങൾ എന്നർത്ഥം വരുന്ന മാത്തമാറ്റ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാത്തമാറ്റിക്സിന്റെ പിറവി. കൂട്ടുകാരെ, ഗണിതത്തിന്റെ പ്രത്യേകതകളും ആരുടെ ഓർമ്മയ്ക്കായാണ് ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നുവെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി കേട്ടാലോ കൂട്ടുകാരെ? നമസ്കാരം, എൻ്റെ പേര് ആരാധ്യ സജീവ്. ഞാൻ 5Gയിൽ പഠിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ
പറയാൻ പോകുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ചൊരു കഥയാണ്. ഒരിക്കൽ നിക്കോളസ് എന്ന മനുഷ്യൻ ഉത്തരധ്രുവത്തിൽ താമസിച്ചിരുന്നു. അയാൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. നിക്കോളസിന് മറ്റുള്ളവരെ അതിശയിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും വളരെ ഇഷ്ടമായിരുന്നു. നിക്കോളസിന് ഒരു വ്യത്യസ്തമായ ഹോബി ഉണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ ഭംഗിയുള്ള തടിപ്പലകകൾ കൊണ്ട് ആരും ഇന്നേ വരെ കാണാത്ത ഭംഗിയുള്ള പാവകൾ ഉണ്ടാക്കിയിരുന്നു. അതൊരു ക്രിസ്മസ് കാലമായിരുന്നു. നിക്കോളസിന് തൻ്റെ ചുറ്റുമുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അയാൾ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾക്കൊരാശയം തോന്നി. അങ്ങനെ ക്രിസ്മസ് ദിവസത്തിൽ നിക്കോളസ് മനോഹരമായ പാവകൾ നിർമ്മിച്ച് ക്രിസ്മസ് സമ്മാനമായി എല്ലാ കുഞ്ഞാൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുവാൻ ഒരുങ്ങി. അങ്ങനെ അയാൾ എല്ലാവരുടെയും വീടിൻ്റെ മുകളിൽ കയറി സമ്മാനങ്ങൾ ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അടുത്തുള്ള വീട്ടിൻ്റെ ഒക്കെ മേൽക്കുരയിൽ വലിഞ്ഞു കയറും. എന്നിട്ട് മേൽക്കുരയിൽ നിന്നുകൊണ്ട് പാവകൾ ഇട്ടുകൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരും. അങ്ങനെ ഒരുപാട് വീടുകളിൽ ഇതേപോലെ ചെയ്തു. അവസാനം നിക്കോളസ് വളരെ ക്ഷീണിതനായി. നിക്കോളസ് വേഗം തന്നെ അയാളുടെ വീട്ടിൽ തിരിച്ചു വന്നു. അയാളുടെ ഹിമവാഹനത്തിൽ തൻ്റെ കലമാനുകളെ വലിച്ചു കെട്ടി മഞ്ഞിലേക്ക് ഇറക്കാൻ നിക്കോളസ് അവരെ തയ്യാറാക്കി. പക്ഷെ കുറച്ചു ദൂരം ചെന്നപ്പോൾ മഞ്ഞ് കാരണം മാനുകൾക്ക് നടക്കാൻ പറ്റാതായി. നിക്കോളസ് തൻ്റെ മാനുകളെ മഞ്ഞിൽ നിന്നും വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു. പെട്ടെന്നൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ നിക്കോളസിനോട് പറഞ്ഞു, "നീ വളരെ നല്ലവനാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കണം." മാലാഖ മാനുകളെ തൊട്ടിട്ട് പറഞ്ഞു, "ഇപ്പോൾ ഈ മാനുകൾ വളരെ പ്രത്യേകതയുള്ളവയാണ്, അതുകൊണ്ട് ഇവ പറക്കും." അങ്ങനെ മാലാഖ കൈകൾ വീശി. അപ്പോഴേക്കും കുറച്ച് കുഞ്ഞു കുട്ടിച്ചാത്തന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ പച്ച നിറമുള്ള കുപ്പായമാണ് ധരിച്ചിരുന്നത്. അവർക്ക് നീളമുള്ള പച്ച തൊപ്പികളും വിചിത്രമായ ചെവികളും ഉണ്ടായിരുന്നു. ഇവർ സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കും. അത് കുട്ടികൾക്ക് സന്തോഷം പകരും. ഈ കുട്ടിച്ചാത്തന്മാർ വേഗതയുള്ളവരാണ്, കൂടാതെ നിന്നെ പാവകൾ ഉണ്ടാക്കുവാൻ സഹായിക്കുകയും ചെയ്യും. നിക്കോളസ് ആകെ സ്തംഭിച്ചു, പക്ഷെ വളരെ സന്തോഷനുമായി. അങ്ങനെ അവരെല്ലാവരും ഹിമവാഹനത്തിൽ കയറി ആ വാഹനം പറക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉയരങ്ങളിൽ പറന്ന് ക്രിസ്മസ് ദിനങ്ങളിൽ സന്തോഷവും സ്നേഹവും വാരി വിതറി. നിക്കോളസ് പറഞ്ഞു, "എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ശുഭരാത്രി." പിറ്റേ ദിവസം കുട്ടികൾ ഉണർന്ന് വീട്ടിൽ നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ എടുത്തിട്ട് അവർ കളിച്ചു തിമിർത്തു. "അമ്മേ, ദേ നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ ആരോ സമ്മാനങ്ങൾ ഇട്ടിട്ട് പോയിരിക്കുന്നു, അതും വളരെ മനോഹരമായ പാവകൾ." അതാണ് നിക്കോളസ്, സാന്താക്ലോസായ കഥ. അദ്ദേഹമാണ് നമ്മൾ നാളുകളായി ക്രിസ്മസ് ദിനത്തിൽ കണ്ടുവരുന്ന ആ ക്രിസ്മസ് അപ്പൂപ്പൻ. നന്ദി. ഇനിയൊരു പാട്ടുകൂടി കേട്ടാലോ? നമ്മുടെ പ്രിയ കൂട്ടുകാരൻ നയൻ സായിയാണ് പാടുന്നത്. Hallelujah, 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 hallelujah. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശന പാടാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കുന്നുകേറാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം.
മുട്ടുകുത്തി മുത്തമിട്ടിടും. അർത്തുങ്കലിപ്പള്ളിയിൽ ചെന്നിട്ടിന്നീശോയെ കണ്ടിട്ടൊന്നോശാന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവു കാക്കുവാൻ കുർബാന കൂടാം. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 17ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരെ കാത്തിരിക്കുക. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ.